ബാഹുലിന്റെ മൈൻഡ് എങ്ങനെയാ വർക്ക് ചെയ്യണെന്ന് മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. തോളത്ത് കൊരങ്ങൻ താഴെ പട്ടി അങ്ങനത്തെ പോസ്റ്ററുകളൊക്കെ. അടുത്ത കഥ എന്താണ്, മരുഭൂമിയിൽ നിന്ന് ഒട്ടകങ്ങളുമായി കേരളത്തിലൊന്ന് സെറ്റ് ഇല്ല, ബാഹുലവിടെ സിംഹത്തിന് ഇക്കിളിയിട്ടുകൊണ്ടിരിക്കുന്ന സീൻ എഴുതിക്കൊണ്ടിരിക്കുക. അതോ മൊത്തത്തിൽ ഒറ്റ ഒരു പ്രോസസ്സ് തന്നെയാണോ? ആ ഒറ്റ പ്രോസസ്സ് തന്നെ, അങ്ങനെ ആലോചിക്കാറില്ല. എനിക്ക് രണ്ടും അറിഞ്ഞൂടാ. സിനിമ എഴുതുമ്പോൾ സിനിമയുടെ രീതി അറിഞ്ഞൂടായിരുന്നു, ഇത് എഴുതുമ്പോൾ ഇതിന്റെ രീതി അറിഞ്ഞൂടായിരുന്നു. നമുക്ക് തോന്നുന്നില്ല അങ്ങോട്ട് ചെയ്തു നോക്കാം. ഇന്റർവൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇന്റർവെൽ പോയിട്ട് അടുത്ത സീൻ പോലും ഇല്ല. ഇന്റർവെൽ ബ്ലോക്ക് സന്ദീപിൽ കണ്ടൊരു ഫാക്ടർ എന്തായിരുന്നത് നായകൻ എന്ന ഇതിലേക്ക്? അന്താക്ഷരിയിലെ സന്ദീപിനെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അന്താക്ഷരി ഉണ്ട് സന്ദീപ് ആരും വിളിച്ചില്ലെന്നാ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നല്ല റേഞ്ച്, ഭയങ്കര വേഴ്സറ്റൈലിറ്റി, നല്ല ഫ്ലെക്സിബിലിറ്റി, അപ്പോൾ എന്തിനും പറ്റുന്ന ഒരാളാണ്. ഞാനിപ്പോൾ പുള്ളിയുടെ വീട്ടിൽ പോയപ്പോൾ പുള്ളി ഒരു ചിരി ചിരിച്ചു, ഒരു പ്രത്യേക ചിരി. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, അയ്യപ്പൻ ആ ചിരി ചിരിച്ചാൽ എങ്ങനെ ഇരിക്കുകയാണ്. ഡയറക്ടേഴ്സ് ബ്രില്യൻസ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. KCF-ന്റെ 2ാം സീസൺ ആളുകളിലേക്ക് എത്തി വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ റൈറ്റർ ആയിട്ടുള്ള ബാഹുൽ രമേശാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ നമസ്കാരം. നമസ്കാരം. റൈറ്റ് ആഫ്റ്റർ കിഷ്കിന്ദ കണ്ടാണല്ലോ. അപ്പോൾ ആളുകൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു റിലീസിന് സ്ട്രീം ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുമ്പൊക്കെ ഫ്രം ദ റൈറ്റർ ഓഫ് കിഷ്കിന്ദാണ്ടം. ശരിക്കും ഈ റിലീസിന് മുമ്പ് ആ പ്രഷർ ഉണ്ടായിരുന്നു? ഈ കിഷ്കിന്ദാണ്ടത്തിന്റെ വിജയം ഒരു പ്രഷറാണല്ലോ പൊതുവെ? ഇല്ല, അങ്ങനെ ചിന്തിക്കാറില്ല. പിന്നെ ഇത് കിഷ്കിന്ദാണ്ടമൊക്കെ റിലീസിന് മുന്നെയാണ് ഇത് എഴുതി തീർന്നതാണ്. കിഷ്കിന്ദാണ്ടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇത് എഴുതിയത്. ഇത് എഴുതി ഇതിന്റെ ഷൂട്ടും എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കിഷ്കിന്ദാണ്ടം റിലീസാകുന്നത്. എനിവേ ഇത് നമ്മുടെ കയ്യിലില്ലാത്ത സംഭവമാണ്. വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, മനസ്സമാനായിട്ട് ഇരിക്കാന്നല്ലേ ഉള്ളൂ. എന്നാലും വർക്ക് ചെയ്തു കഴിഞ്ഞു, ഇനി വരുന്ന പോലെ വരട്ടെ. അല്ലെ, കൊറേ അധികം കമന്റുകൾ കണ്ടു. ബാഹുലിന്റെ മൈൻഡ് എങ്ങനെയാ വർക്ക് ചെയ്യണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ള കുറെ കമന്റുകൾ കണ്ട്. പിന്നെ പറഞ്ഞ ആനിമൽസിനെ അതിൽ കുരങ്ങനായിരുന്നു, ഇതില് ഡോഗ് ഒരു ഫാക്ടറാ. പക്ഷെ എങ്ങനെയാ ഈ മൈൻഡ് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി സ്ട്രീമിങ്ങിനൊക്കെ ശേഷം? മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞതല്ലേ, ഞാൻ അങ്ങനെ ആലോചിക്കാറില്ല. ജസ്റ്റ് റിയൽ ടൈം റൈറ്റിംഗ് ആണ്. അപ്പം ആ എഴുതില് സ്പോണ്ടേനിയസ്ലി എന്താണ് അടുത്തായിട്ട് എഴുതാൻ തോന്നുന്നത് അതങ്ങ് എഴുതി പോകുന്നുള്ളൂ. അപ്പോൾ മൈൻഡ് കാര്യമായിട്ട് വർക്ക് ചെയ്യാറില്ല. പിന്നെ അതെങ്ങനെയാണെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കാറില്ല. അങ്ങനെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ആനിമൽ മെറ്റഫർ യൂസ് ചെയ്യണതിനെ കണ്ടായിരുന്നു കുറെ കമന്റുകൾ, പോസ്റ്ററുകളൊക്കെ ആളുകൾ ഇറക്കി. ഇങ്ങനെ തോളത്ത് കൊരങ്ങൻ താഴെ പട്ടി സോഷ്യൽ മീഡിയ നോക്കാറുണ്ട്. ഇത് കണ്ടില്ല, അങ്ങനത്തെ കമന്റ്സ് കണ്ടായിരുന്നു. കൂട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങിയോ എന്താണ് എന്റെ ഒരു പ്ലാൻ പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ട്? ഇല്ല, നമ്മുടെ ഈ ക്രൂവിന്റെ ഭാഗമായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ വെറുതെ തമാശകളൊക്കെ ഉണ്ടാക്കും. ഇനി അടുത്ത സിനിമ നമ്മുടെ അസോസിയേറ്റ് ജോബി പറയായിരുന്നു, അടുത്ത കഥ എന്താണ്, മരുഭൂമിയിൽ നിന്ന് ഒട്ടകങ്ങളുമായി കേരളത്തിലൊന്ന് സെറ്റ് ആളെ കുറിച്ചിട്ടാണെന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പൊ എന്തായിരുന്നു ഇത്, ഞാൻ ഇവിടുത്തെ എറണാകുളം, ഞാൻ ട്രിവാൻഡ്രം ഷെഡ്യൂളിലായിരുന്നു ഞാൻ ഷൂട്ടിന് മൊത്തത്തിൽ പോയത്. മേജർ ഷെഡ്യൂൾ ട്രിവാൻഡ്രത്തിൽ 40 days ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ച പിന്നെ എറണാകുളത്തായിരുന്നു. പിന്നെ എക്സ്റ്റീരിയേഴ്സ് ഒക്കെ എറണാകുളത്തായിരുന്നു, സ്റ്റേഡിയം അതൊക്കെ. അപ്പോൾ ആ സമയത്ത് കിഷ്കിന്ദയുടെ പോസ്റ്റ് പ്രൊഡക്ഷനിലുകൊണ്ട് എനിക്കതിന് പോകാൻ പറ്റിയിരുന്നു. അപ്പോൾ ഇവിടെ ഷൂട്ടിൻ്റെ ഇവിടെ ആണെങ്കിൽ ഭയങ്കര ഹെക്റ്റിക്കുമാണ്. ഈ എന്താണ് ഡോഗ്സിനെ വെച്ച്, സ്ട്രേ ഡോഗ്സിനെ വെച്ചിട്ടുള്ള പരിപാടികൾ, റിവേഴ്സ് ട്രാക്കിംഗ് പരിപാടികളൊക്കെ ഇവിടുത്തെ ഷെഡ്യൂളിലാണ്. അപ്പം അത് പെട്ടെന്ന് കിട്ടുന്ന കാര്യമില്ലല്ലോ. നല്ല ക്ഷമയും നല്ല അധ്വാനവും കായിക അധ്വാനവും അപ്പം നമ്മുടെ ബാക്കിയുള്ള ക്രൂ ഒക്കെ ഇവർ ചെയ്തോണ്ടിരിക്കും. വെറുതെ ഇവർ അങ്ങോട്ട് അവൻ ഇതൊക്കെ എഴുതി വെച്ചിട്ട് അവനോട് സുഖമായിട്ട് അവിടെ പോയി കിടന്നിറങ്ങുന്നുണ്ട്. അപ്പൊ ഇതേ ജോബി തന്നെ പറയും, ഇല്ല ബാഹുലവിടെ സിംഹത്തിന് ഇക്കിളിയിട്ടുകൊണ്ടിരിക്കുന്ന സീൻ എഴുതിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളിൽ ക്രൂവിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ അങ്ങനത്തെ കമന്റ്സ് പറയുന്നുണ്ട്. ശരിക്കും ഒരു സീൻ എഴുതുമ്പോ അതില് ഇപ്പൊ കിഷ്കിന്ദാണ്ടം കഴിഞ്ഞപ്പോ ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ലൂപ്പ് ഹോളുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. KCF-ലും ഈ പറഞ്ഞ കുറെ ആളുകൾ കണ്ടിട്ടും ഈ പറഞ്ഞ ഫസ്റ്റ് ഇംപ്രഷൻ കണ്ട ആളുകൾ അത്രത്തോളം പറയുന്നത് ഭയങ്കര പോളിഷ്ഡാണ്. ഈ ഒരു സീൻ എഴുതുമ്പോ അല്ലെങ്കിൽ ഒരു മൊത്തത്തിൽ ഒരു 2-3 സീൻ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് എഴുതുകയാണെങ്കിൽ എങ്ങനെയാ അതിന്റെ ഒരു പ്രോസസ്സ്? ലൂപ്പുകളൊക്കെ കാണുന്നേ, അങ്ങനെ ലൂപ്പുകൾ ഇല്ലാണ്ടൊന്നും ഇരിക്കില്ല. ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ അധികം ടെൻഷൻ അടിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ലൂപ്പുകളൊന്നും ഉണ്ടാവല്ലേ, എല്ലാം കറക്റ്റ് ആയിരിക്കണേ, 100% ഫുൾ പ്രൂഫ് ആയിരിക്കണേ എന്നുള്ള രീതിയിൽ ഒബ്സസീവായിട്ട് ഇരിക്കാറില്ല. അപ്പോൾ ഒബ്സസീവായിട്ട് ഇരിക്കുമ്പോൾ വെറുതെ പ്രഷറൈസ്ഡ് ആവും. അപ്പം നമ്മൾ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ, നമ്മുടെ കണ്ണിൽ പെടുന്ന അവയർനെസ്സിലേക്ക് വരുന്ന തെറ്റുകളൊക്കെ തിരുത്താം. ഇല്ലെങ്കിൽ ഷൂട്ടിന് മുന്നെയോ അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ സമയത്തോ നമ്മുടെ ക്രൂവിൽ നിന്ന് തന്നെ ആരെങ്കിലും എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ അപ്പോഴൊക്കെ നമുക്ക് അതിൽ തിരുത്തലുകൾ ഏത് സമയത്ത് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇത് ഇറങ്ങുന്നവർ നമ്മുടെ കയ്യിലുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നെങ്കിൽ അത് നമ്മുടെ വിധി,
അതിനി ഭാവിയിലുള്ള വർക്കുകളിൽ അത്തരം തിരുത്തുകൾ വരുത്താതിരിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒബ്സസീവ് പെർഫെക്ഷനിസം എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കാറില്ല. നാടകത്തിൽ പിന്നെ ആരെങ്കിലും അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും പിക്കബിൾ ആയിട്ട്? ഉണ്ടാവുമായിരിക്കും, ഇത് എന്റെ കണ്ണിന് മുന്നിലേക്ക് എത്താത്തതായിരിക്കും, ഞാൻ നോക്കിയിട്ടുണ്ടാവില്ലായിരിക്കും, അങ്ങനെയായിരിക്കും. ഈ ആദ്യത്തെ സിനിമയായിരുന്നു, അതൊരു ത്രില്ലർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ത്രില്ലർ ഡ്രാമ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ സെക്കൻഡിൽ വരുമ്പോൾ സീരീസ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ നമ്മൾ എഴുതുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കണക്ക് വേണമല്ലോ, ഇത്ര എപ്പിസോഡ് വേണം, അല്ല അതിന് ഇത്ര ഡ്യൂറേഷനുകൾ വേണം, അല്ലെങ്കിൽ അതിന്റെ ലാംഗ്വേജ് ഭയങ്കര വ്യത്യാസമുണ്ട്. ഡിഫറൻഷിയേറ്റ് ചെയ്യാറുണ്ടോ ഇത് രണ്ടും തമ്മിൽ, അതോ മൊത്തത്തിൽ ഒറ്റ ഒരു പ്രോസസ്സ് തന്നെയാണോ? ഒറ്റ പ്രോസസ്സ് തന്നെ, അങ്ങനെ ആലോചിക്കാറില്ല. എനിക്ക് രണ്ടും അറിഞ്ഞൂടാ. സിനിമ എഴുതുമ്പോൾ സിനിമയുടെ രീതി അറിഞ്ഞൂടായിരുന്നു, ഇത് എഴുതുമ്പോൾ ഇതിന്റെ രീതി അറിഞ്ഞൂടായിരുന്നു. നമുക്ക് തോന്നുന്നില്ല അങ്ങോട്ട് ചെയ്തു നോക്കാം, ഇംപ്രൂവൈസ് ചെയ്യാലോ, അതിന് തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താലോ എന്നുള്ളൊരു മിസ്റ്റേക്ക് വരുത്താനോ അല്ലെങ്കിൽ തിരുത്തി എഴുതാനോ മടിയില്ല. എത്ര വേണമെങ്കിലും തിരുത്തി എഴുതാൻ, ശരിയാകുന്നവരെ വേണമെങ്കിൽ തിരുത്തി എഴുതാം. ആരെങ്കിലും കറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കൺവിൻസിങ് ആണെങ്കിൽ ഉറപ്പായിട്ടും മാറ്റാം. അപ്പോൾ റീറൈറ്റ് ചെയ്യാനോ അതിനുവേണ്ടി എത്ര വേണമെങ്കിലും സമയം ചെലവഴിക്കാനോ ഉറക്കളയ്ക്കാനൊന്നും മടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ്. പിന്നെ ഇത് ആകെപ്പാടി ഈ ഡ്യൂറേഷൻ ഞാൻ ഈ പറഞ്ഞ അതും ഇപ്പോൾ സീസൺ 1 ഓൾറെഡി വന്നിട്ടുള്ളതുകൊണ്ട് അത് അരമണിക്കൂർ ഡ്യൂറേഷനാണ് ആവറേജ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഇത് ഏകദേശം ആ രീതിയിൽ തന്നെ മീറ്റർ പിടിച്ച് പോകാം എന്നുള്ളൊരു ഇനീഷ്യലി തന്നെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. പിന്നെ ഫൈനൽ എപ്പിസോഡ്സ് ആകുമ്പോൾ ആവശ്യമുള്ള ലെങ്ത്തിലേക്ക് എത്തിയാലും കുഴപ്പമില്ല, ലാസ്റ്റത്തെ എപ്പിസോഡൊക്കെ ആകുമ്പോൾ. അങ്ങനെ തന്നെയായിരുന്നു അതൊക്കെ പറയുകയും ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു. ഞാനിപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ആകപ്പാടെ എനിക്കൊരു മീറ്റർ വേണം, ഇത് ഒരു എപ്പിസോഡ് എഴുതി കഴിഞ്ഞിട്ട് ഇത് എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ ഒരു അസംഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് എഴുതി കഴിഞ്ഞപ്പോൾ ഒരു 40 pages ആണ് വന്നത്. അപ്പോൾ ഞാനത് അച്ഛന് വായിക്കാൻ കൊടുത്തു. അപ്പോൾ അച്ഛൻ ഞാൻ എഴുതിയത് ഞാൻ തന്നെ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഡ്യൂറേഷൻ അസസ്മെൻറ്റ് കറക്റ്റായിരിക്കണം എന്നില്ല, കാരണം എൻ്റെ സ്പീഡ് വേറെ ആയിരിക്കുമല്ലോ, എനിക്കിത് അറിയും, മെറ്റീരിയൽ അറിയും കൂടെ ചെയ്യുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തോ സ്പീഡിൽ വായിക്കും. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം റീഡർ ചെയ്യുന്ന ചിലപ്പോൾ കറക്റ്റ് ജഡ്ജ്മെൻറ്റ് കിട്ടും. അപ്പോൾ അച്ഛന് വായിക്കാൻ കൊടുത്തിട്ട് അച്ഛൻ ഫസ്റ്റ് എപ്പിസോഡ് വായിച്ചിട്ട് 25 മിനിറ്റാണ് റീഡിങ് ടൈം എടുത്തത്. ഇപ്പോൾ ഏറെക്കുറെ അല്ല, കറക്റ്റ്ലി 25 മിനിറ്റ്സ് ആണ്. 25 മിനിറ്റ്സ് ആണ് ഫസ്റ്റ് എപ്പിസോഡിന്റെ ഡ്യൂറേഷൻ ഒക്കെ ഉള്ളത്. അച്ഛൻ പറഞ്ഞ അസംഷൻ കറക്റ്റായിരുന്നു. അപ്പോൾ എനിക്കൊരു മീറ്റർ കിട്ടി, ഒരു ആങ്കർ ചെയ്യാൻ എനിക്കൊരു മീറ്റർ കിട്ടി. അത് എൻ്റെ വേർഡിങ്സിൻ്റെ സ്ട്രക്ചറോ അല്ലെങ്കിൽ സിൻടാക്സോ ലൈൻസ് കമ്പോസ് ചെയ്യുന്ന രീതിയോ, ഡയലോഗ്സ് മാത്രമല്ല ടൈപ്പ് ചെയ്യുന്ന ഫോമാറ്റ് ഞാൻ പറയുന്നത് കേട്ടോ, പേജ് അലൈൻമെൻറ്റ്, കോമ്പോസിഷൻ, അത് പറയണേ, അത് വെച്ചിട്ട് എൻ്റെ 40 പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു സംവാട്ട് അറൗണ്ട് 25 മിനിറ്റ്സ് ആണെന്നുള്ളൊരു ആങ്കറേജ് എനിക്കതിൽ നിന്ന് കിട്ടി. പിന്നെ ഞാൻ തുടർന്നുള്ള എപ്പിസോഡുകൾ നോക്കുമ്പോൾ ഏറെക്കുറെയൊക്കെ ആ ഏരിയയിലൊക്കെ തന്നെയാണോ നമ്മുടെ പേജ് നമ്പർ കൗണ്ട് എന്നുള്ളതൊന്ന് മേക്ക് ഷുവർ ചെയ്താൽ മതി. എന്ന് വെച്ച് എല്ലാ എപ്പിസോഡ്സും കൃത്യമായി 40 പേജിൽ നിർത്തണം എന്നല്ല, ബട്ട് ഓക്കെ 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ഓൺ എ ബഫർ ഒരു 5 pages ഡൗൺ അല്ലെങ്കിൽ 5 pages അപ്പ് എന്നുള്ള ആ ഒരു സ്പെക്ട്രത്തിൻ്റെ ഇടയിൽ എത്ര വേണമെങ്കിലും നമുക്ക് നിൽക്കാം, വിത്തിൻ സേഫ് റേഞ്ച് തന്നെയാണ്. ഈവൻ 50 വരെ പോയാലും കുഴപ്പമില്ല, 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ നിൽക്കുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു മീറ്റർ എനിക്ക് കിട്ടി. മീറ്റർ കിട്ടി. പിന്നെ അടുത്ത എപ്പിസോഡ്സ് എഴുതുമ്പോൾ നമ്മൾ ഏകദേശം കുറേ നേരം ടൈപ്പ് ചെയ്ത് എത്രയായി പേജ് നമ്പർ എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 36 എന്നൊക്കെ കാണും. അപ്പോൾ എനിക്ക് 36 ആയല്ലേ, അപ്പോൾ ഇനി ഒരു അടുത്ത 5-6 പേജിനുള്ളിൽ ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാനുള്ള മാർഗങ്ങളിലേക്ക് കടക്കാം എന്നുള്ള ഇതിൽ അപ്പോൾ തോന്നുന്ന പരിപാടികൾ. അല്ലാതെ വലിയ ഫോർമാറ്റ്. അമതിക്കയിലേക്ക് എത്തണം ശരിക്കും ഏത് സ്റ്റേജിലാണ് ഇതിന്റെ ഫസ്റ്റ് തോട്ടില് ഉണ്ടാവും ശരിക്കും അമതിക്കയുടെ ഒരു കോൺട്രിബ്യൂഷൻ മുതൽ? അഹമ്മദ്ക്കയിലേക്ക് ഞാൻ എത്തുന്നല്ല, അഹമ്മദ്ക്ക എന്നെ വിളിച്ച് വർക്ക് ഏൽപ്പിക്കല്ലേ, അല്ല അത് ഇത് ഓൾറെഡി അവരുടെ കണ്ടന്റ് ആണല്ലോ, പാറ്റന്റ് അവരുടെയാണ്. അപ്പൊ ഞാനാണ് ഇതിൽ ശരിക്കും പുതിയ മെമ്പർ. KCF ഫാമിലി ഓൾറെഡി ഉള്ളതാണ്, ഫ്രാഞ്ചൈസി ആദ്യം ഓൾറെഡി ഉള്ളതാണ്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലായിരുന്നു. കിഷ്കിന്താണത്തിന്റെ പാക്കപ്പ് ദിവസമാണ്, ഷൂട്ട് പാക്കപ്പ് ആകുന്ന ദിവസമാണ് അമ്മക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഹോട്ട്സ്റ്റാറിൽ നിന്ന് സീസൺ 2 ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് ചെയ്താലോ, ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ള ഇതിൽ പറഞ്ഞു. നിങ്ങൾ എന്ത് പരിപാടിക്ക് വിളിച്ചാലും ഞാനുണ്ട്, അത് എഴുത്തല്ല ഇനി വേറെ എന്ത് പരിപാടിക്കാണെങ്കിലും ഞാനുണ്ട്. കാരണം ഞങ്ങൾ പണ്ട് തൊട്ടേ ഫ്രണ്ട്സാണ്, ഞങ്ങൾക്ക് ഒരുപാട് മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒരുമിച്ച് ഒക്കെ പണ്ട് തൊട്ടേ ഫ്രണ്ട്സ് വെച്ചാൽ കോളേജ് കാലം തൊട്ട് PG കാലഘട്ടം തൊട്ട് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. നമുക്ക് MBA സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ പുള്ളിയുടെ ഇന്റേൺഷിപ്പ്, ലൈൻ പ്രൊഡക്ഷനിലുള്ള ഇന്റേൺഷിപ്പ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ചെയ്തത്. പക്ഷെ ഞാനവിടെ ജോയിൻ ചെയ്യുന്നതിന് 2 കൊല്ലം മുന്നേ പുള്ളി പാസ് ഔട്ട് ആയി. എൻ്റെ സൂപ്പർ സീനിയർ ആണ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് കൾച്ചർ അല്ലെങ്കിൽ കോളേജ് കൾച്ചർ അറിയാമല്ലോ, പാസ് ഔട്ട് ആയി പോയ ആൾക്കാർ എങ്ങനെയെങ്കിലും നമ്മുടെ ലൂപ്പിൽ വരും, ഫ്രണ്ട്ഷിപ്പിലാവും. പിന്നെ പുള്ളിയുടെ ക്യാമറമാൻ സ്റ്റാൻസ് എൻ്റെ ഇമ്മീഡിയറ്റ് സീനിയറാണ്, ഞാനും സ്റ്റാൻസും നല്ല ഫ്രണ്ട്സാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും ടച്ചിലിരിക്കുന്ന ആൾ തന്നെയാണ്. അങ്ങനെ അല്ല, ഇപ്പൊ അതിന്റെ KCF ആണ് ഇപ്പൊ ഹോട്ട്സ്റ്റാറിന്റെ ഹിസ്റ്ററിയിലെ വൺ ഓഫ് ദ
വലിയ വിജയങ്ങളായിട്ടുള്ള സീരീസുകളിൽ ഒന്നായിരുന്നു. മാത്രമല്ല മൊത്തം ഇന്ത്യയിൽ നോക്കുമ്പോൾ മലയാളത്തിലേക്ക് ഒരുപാട് സീരീസ് ട്രാക്ഷൻ കൂടെ വന്നതും KCF-ലൂടെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ക്യാരക്ടേഴ്സിനെ എടുക്കുമ്പോൾ ഈ ഡീറ്റെയിലിംഗ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു KCF-1. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ക്യാരക്ടർ ഡീറ്റെയിലിംഗ്, ഈ ക്യാരക്ടർ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ ഇപ്പോ നവാസിക്കയുടെ ക്യാരക്ടറിന് വരുന്ന മാറ്റങ്ങളൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഇല്ല, ശ്രദ്ധിച്ചില്ല. എനിക്ക് പിന്നെ അതിലൊരു എന്താ പറയുക, ഒരു ആനുകൂല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ടൈം ലൈനിൽ നിന്ന് 10-12 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഈ ടൈം ലൈൻ വരുന്നത്. അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും മാറ്റം വരാം. അത് തന്നെ കീപ്പ് ചെയ്യണമെന്നില്ലല്ലോ എന്നുള്ളതിൻ്റെ ആളുകൾക്ക് കുറച്ചുകൂടെ പ്രായം പക്വതയും വന്നതിൻ്റെ ഒരു മാറ്റങ്ങൾ വരാം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രീഡം ഉപയോഗപ്പെടുത്തി. പിന്നെ അഹമ്മദൊക്കെ അങ്ങനെ പർട്ടിക്കുലർലി അങ്ങനെ വേണമെന്നൊന്നും പറഞ്ഞിരുന്നില്ല, ഇങ്ങനെ വേണമെന്നൊന്നും പറഞ്ഞില്ല. ഫുൾ ഫ്രീഡം എടുത്തോളൂ, നിനക്ക് തോന്നുമല്ലോ എന്ന് എഴുതിക്കോ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാടാ എന്നുള്ള അത് പുള്ളിയുടെ ഒരു ഭയങ്കര വലിയ മനസ്സിൻ്റെയാണ്. ആകപ്പാട് പറഞ്ഞത് നമ്മുടെ സീസൺ 1-ലുള്ള മെയിൻ കോർ ടീമായിട്ടുള്ള ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒക്കെ എങ്ങനെയെങ്കിലും ഇതിൽ ഉൾപ്പെടുത്തണം. അവർ മെയിൻ കാസ്റ്റ് ആവണമെന്നൊന്നുമില്ല. ക്യാമിയോ റൂൾസ് പോലെ ഇടയ്ക്ക് വന്നു പോയാലും ഓക്കെയാണ്. എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് മുഖം കാണിക്കാം നമുക്ക് എല്ലാവരുടെയും. പിന്നെ പുതിയൊരു ഫ്രഷ് ലീഡ് വേണം, പുതിയൊരു ഫേസ് ഓഫ് സീരീസ് എന്നുള്ള രീതിയിൽ പുതിയൊരു ലീഡിനെ അതാണ് അർജുൻ ആയത്. പിന്നെ അപ്പോൾ അർജുൻ എന്ന് പറഞ്ഞില്ല, ഒരു പുതിയൊരു ക്യാരക്ടറിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അയാളുടെ ഫേസ് വെച്ചിട്ട് നമുക്കിത് കൊണ്ടുപോകാം. ബട്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ സപ്പോർട്ടിങ് റോളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നു പോട്ടെ. അതിപ്പോൾ ഒരു സീനിലേക്കാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ലാൽ സാറിനൊക്കെ എവിടെയെങ്കിലും ഒരു എപ്പിസോഡിൽ വന്നാൽ പോലും ഓക്കെയാണ്. ബാഡ്ജിന്റെ കാര്യം ഇപ്പോൾ അവർക്ക് ഫസ്റ്റ് ഇതിൽ കിട്ടിയത് അത് ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. അത് അവര് ഓർത്ത് ശ്രദ്ധിച്ച് ചെയ്താണ്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അത് അവർക്കറിയാലോ. അത് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ അങ്ങനെ ഓർമ്മിച്ച് കീപ്പ് ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്തൊരു ഡീറ്റെയിലിംഗ് ആണ്. പെറ്റ്സിനെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണോ? പെറ്റ്സായിട്ട് ഭയങ്കര ടച്ചുള്ള ആളാണോ? എങ്ങനെയാണ്? എനിക്കങ്ങനെ ഞാൻ ഭയങ്കര അത്ര ഒരുപാട് അറിവുള്ള ആളൊന്നുമല്ല. എൻ്റെ വീട്ടിൽ ഒരു പെറ്റുണ്ട്, ഒരു സ്പിറ്റ്സ് ഉണ്ട്, ഒരു ഡോഗ് ഉണ്ട്. അത് മാത്രം എനിക്ക് അതിന് മുന്നേ ഇല്ല. ഇതാണ് എനിക്ക് ഒരു 4 വർഷമായിട്ടൊരു ഡോഗ് ഉണ്ട്. കൂടുതൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അറിവുകളൊന്നുമില്ല. അറ്റാച്ച്മെന്റ് ഉണ്ടോ അതിനോട്? ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്. അതാണോ ഇതിനകത്ത് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? റിയൽ ലൈഫ് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്? ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നോവലിന്റെ ഇപ്പോൾ എൻ്റെ അച്ഛന് ഇതുപോലെ വീട്ടിൽ തന്നെയായിരുന്നു ഡോഗ്, ഉള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛന് ഇതുപോലെ അലർജി രോമത്തിന്റെ പ്രശ്നം ഉണ്ടായത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വീട്ടിൽ ഡോഗിന് വയ്യാണ്ടായി കഴിഞ്ഞാൽ എൻ്റെ വൈഫ് ചിലപ്പോൾ ഇതിൽ സ്റ്റെഫി ഇമോഷണൽ ആകുന്ന പോലെ ഡോഗൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ വിഷമിക്കുകയും അല്ലെങ്കിൽ കൺസേൺഡ് ആവുകയും ചെയ്യും. പിന്നെ ഇതിനകത്ത് ഒരു സീൻ ആക്ച്വലി അതേപോലെ എനിക്ക് നടന്നിട്ടുണ്ട്. 6th എപ്പിസോഡിൽ നോബിൾ വീട്ടിൽ വാതിലടച്ചിട്ട് കിടക്കാൻ പോകുന്ന വഴിക്ക് ഡോഗ് വയ്യാണ്ട് അവിടെ കിടക്കുന്നതാണ്. അപ്പോൾ പോയി തലോടാൻ നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് എനിക്ക് എൻ്റെ ഡോഗിനൊരു 3-4 ദിവസം എങ്ങാണ്ട് വയ്യാണ്ടായിട്ട്, ഇൻഫെക്ഷനായിട്ട് തീരെ വയ്യാത്തൊരവസ്ഥയിലായി. അത് സ്പിറ്റ്സിൻ്റെ ട്രെയ്റ്റ് അറിയാലോ, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഭയങ്കര ജോവിയൽ, ഫൺ ലവിങ്, ഓടിച്ചാടി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ആള് ഇൻഫെക്ഷനായിട്ട് 5 ദിവസമായിട്ട് പക്ക ഡൗൺ. ലിവിങ് റൂമിലേക്ക് ഏതെങ്കിലും മൂലയിൽ പോയിട്ട് ചുരുണ്ടുകൂടി കിടക്കണം. എണീക്കാൻ പോലും ത്രാണിയില്ല, കഴിക്കുന്നില്ല, കണ്ണു തുറക്കുന്നില്ല. ചിലപ്പോൾ ആളങ്ങ് പോയേക്കാം എന്ന് പറയുന്ന പോലത്തെ ഒരു ഫാറ്റൽ സ്റ്റേജിലും കൂടി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതേപോലെ ഒരു പത്രസമയത്ത് ഡോറടിച്ചിട്ട് കിടക്കാൻ പോകുന്ന വഴിക്ക് നോക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആയി നോക്കുമ്പോഴാണ് ഒരു മൂലയിൽ ഇവൻ കിടക്കുന്നത് കാണുന്നത്. എനിക്കെന്താ കിടപ്പ് കണ്ടപ്പോൾ ഒരു പാവം തോന്നിയ അറിയാണ്ട് ഞാൻ വെറുതെ അങ്ങോട്ട് നടന്നു പോയിട്ട് അവനെ വെറുതെ ഒന്ന് തലയിൽ വെറുതെ ഒന്ന് തടവി നോക്കി. അപ്പോൾ ഇവന് തീരെ വയ്യ, 5% എനർജി പോലും ഇല്ല. ആ വയ്യാണ്ട് കിടക്കുന്ന അവസ്ഥയിലും അത് അതിൻ്റെ വാല് ആട്ടി അനക്കി. ആട്ടിന്ന് പോലും പറയാൻ പറ്റില്ല, ആട്ടാനുള്ള ആരോഗ്യം പോലും അതിനില്ല. പക്ഷേ ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ പിടപ്പിച്ച്, ഇങ്ങനെ ഇച്ചിരി സ്ലോ മോഷനിൽ ഇങ്ങനെ പിടപ്പിച്ച്. അപ്പോൾ ഇങ്ങനെ ഇത്രയും വയ്യ എന്നിട്ട് പോലും, അപ്പം നമ്മുടെ പ്രകൃതമാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ 2 ദിവസം പനിച്ച് കിടക്കുമ്പോൾ കൂടെ റിലേറ്റീവ്സ് വന്നിട്ട് തൊട്ടുനോക്കാനും പനിയുണ്ടോ തലവേദന ഉണ്ടോ ഇപ്പോൾ ശരിയായി 10 കുറഞ്ഞതൊക്കെ പറഞ്ഞ് നമ്മളെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറയുമ്പോൾ പറയാം ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ എന്നായിരിക്കും നമ്മൾ പറയാം. പക്ഷേ ഡോഗ് ഈ പറഞ്ഞൊരു എല്ലാവരും പറഞ്ഞ് നമ്മൾ കാലാകാലങ്ങളായിട്ട് കേട്ടുവരുന്ന അൺകണ്ടീഷണലാണ്. അതിന് വയ്യായിരിക്കോ, അത് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു ടോക്കൺ ഓഫ് ലവ് അത് ഏത് കണ്ടീഷനിലാണ്. അതിനെ കൊണ്ട് പറ്റുമെങ്കിൽ, ജീവനുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന പറയുന്ന ഒരു മൊമെന്റ് അതേപോലെ സീരീസിലേക്ക് ആ സീൻ എടുത്തിട്ടുണ്ട്. ഈ ഇതിനകത്ത് ഒരുപാട് ഡോഗ്സ് അഭിനയിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ശരിക്കും എവിടുന്ന സ്പോട്ട് ചെയ്ത്? ഞങ്ങൾ ഡോഗ്സിൻ്റെ കാര്യത്തിന് ഞങ്ങൾ കൺസൾട്ട് ചെയ്തത് ജിതേഷ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഡോഗ് ട്രെയിനറാണ്. പുള്ളി ട്രിവാൻഡ്രത്തുള്ള ഒരാളാണ്. പുള്ളിയാണ് വാലാട്ടി സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് നമ്മളെ സ്ക്രിപ്റ്റിലുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ പുള്ളിയെടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി
എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ തരാനുള്ള എല്ലാ ഐഡിയകളും കൊണ്ട് പിന്നെ ജിതേഷ് ചേട്ടനാണ് വരുന്നത്. കാരണം ഈ ഡോഗുകൾ ഒരിക്കലും അഭിനയിക്കില്ല. അപ്പോൾ ഡോഗുകൾ ട്രിക്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ പല കാര്യങ്ങളും ചെയ്യിക്കാൻ. അപ്പോൾ അതിന് ഓരോ കസ്റ്റം മെയ്ഡ് ട്രിക്കുകളായിരിക്കും ഓരോ ആക്ടിവിറ്റിക്ക് ഇങ്ങനെ വേണമെങ്കിൽ. പിന്നെ നമ്മൾ കാൻഡിഡായിട്ട് ഷൂട്ട് ചെയ്യുകയല്ലല്ലോ ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ഫ്രെയിമിലേക്ക്, നമ്മൾ വെച്ചിരിക്കുന്ന ഫ്രെയിമിലേക്ക് ഇന്നതുപോലെ ഡോഗ് വന്ന് നിന്ന് നമുക്ക് ആവശ്യമുള്ള പെരുമാറണം. അപ്പോൾ അത് ജിതേഷ് മാസ്റ്ററിൻ്റെ സ്കില്ലാണ് അതങ്ങനെ ചെയ്യിച്ചത്. ഇതിന് വേണ്ട പുള്ളിയുടെ കസ്റ്റഡിയിൽ ഒരുപാട് ഡോഗ്സ് ഉണ്ട്. പിന്നെ അതല്ലാതെ പർട്ടിക്കുലർലി വേണ്ട ഡോഗ്സിനെ പുള്ളിയുടെ പരിചയക്കാരിൽ നിന്നോ അവിടുന്ന് ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ച് അതിന് നമുക്ക് വേണ്ട രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്ത് അതിന് വേണ്ടിയിട്ട് പുള്ളിയാണ് സജ്ജരാക്കി കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്തത്. ഇന്ത്യൻ ഡോഗ്സിനെ ഇടുന്നപ്പോൾ ഉണ്ട്. മോംഗ്രൽസ്, ഐ മീൻ നടന്ന ഇനങ്ങൾ ഉണ്ടല്ലോ, വളർത്തുപട്ടികളായിട്ട് നടന്ന ഇനങ്ങളുണ്ട്. പിന്നെ ഈ അഡോപ്ഷൻ സെൻറ്റേഴ്സ് പോലത്തെ സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ അഡോപ്ഷൻ എന്നല്ല, അതിനെന്തോ പറയുക, റീഹാബിലിറ്റേഷനോ എന്ന് പറയുന്ന പോലെ സ്ട്രേസിനെ വളർത്തുന്ന ഒരുപാട് ഇവിടെ ഉണ്ട്. തൃപ്പൂണിത്തുറ, ചോറ്റാനിക്കരയിൽ പോലും ഉണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ആവശ്യം വെച്ചാൽ അവരെ അതേപോലെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിച്ചു. ഡോഗ്സും ഹാപ്പി, ഞങ്ങൾ ഇതിനകത്ത് ഇപ്പൊ റിവ്യൂ വന്നിട്ട് പ്രധാനമായിട്ട് 2 പേരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഹരിശ്രീ ചേട്ടൻ, പിന്നെ ഒന്ന് ഇന്ദ്രൻ ചേട്ടൻ. ഈ 2 പേരും കരിയറിൽ ചെയ്യാത്ത വേഷങ്ങൾ ഭയങ്കര കുറവാണ്. ഒരുപാട് വെറൈറ്റി വേഷങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ സീരീസിലേക്ക് വരുമ്പോൾ ഈ 2 പേരുടെ ക്യാരക്ടേഴ്സാണ് ഭയങ്കര നടുക്ക് നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സാണ്. ഇവരുടെ ചുറ്റും കഥ ഇങ്ങനെ ഇവോൾവ് ചെയ്തു പോണേ. ശരിക്കും എങ്ങനെ ഇവർ 2 പേരിലേക്ക് എത്താൻ ഇവർ തന്ന ഒരു എക്സ്ട്രാ ഹൈ എന്താ ശരിക്കും സീരീസിന്? അഹമ്മദ് കേടെ ഐഡിയ ആയിരുന്നു ഇവർ 2 പേരും ഈ കാസ്റ്റിങ്ങിലേക്ക് എത്തിയത്. ഞങ്ങൾ പല ഓപ്ഷനുകൾ ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം പുള്ളി ഫോൺ വിളിച്ച് പെട്ടെന്ന് ചോദിക്കുകയാണ്, എടാ ഹരിശ്രീ ചേട്ടൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അയ്യപ്പൻ ചെയ്താൽ എങ്ങനെ ഫ്രഷ് ആയിരിക്കില്ലേ? പുള്ളി താടിയൊക്കെ അടിച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഇതുവരെ അങ്ങനെ നമ്മൾ കണ്ടിട്ടുമില്ലല്ലോ. ഞാനിപ്പോൾ പുള്ളിയുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ പുള്ളിയെ കണ്ടു. പുള്ളി ഒരു ചിരി ചിരിച്ചു, ഒരു പ്രത്യേക ചിരി. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, അയ്യപ്പൻ ആ ചിരി ചിരിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആ ഡയറക്ടറിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, അതാണ് ഡയറക്ടേഴ്സ് ബ്രില്യൻസ്. അപ്പോൾ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഒട്ടുമിക്ക ക്യാരക്ടേഴ്സും. അഹമ്മദ് കേടെ തന്നെ ഇപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് അഹമ്മദ് കേടെ ഐഡിയയിൽ വന്നതായിരുന്നു. പിന്നെ കുറേ പേര് നമ്മൾ ഓഡിഷൻ ചെയ്തെടുത്തവരുണ്ട്. അങ്ങനെയായിരുന്നു. പിന്നെ പലപ്പോഴും നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോഴും എല്ലാവരും കൂട്ടമായിട്ടിരുന്ന ചർച്ച ചെയ്യാറ്. ഞാൻ അഹമ്മദ് സ്റ്റാൻസ്, മഹേഷേട്ടൻ, ഇനി ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് എല്ലാവരും ഇരുന്നിട്ട് ബൗൺസ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നാൾ ഇങ്ങനെ, അന്നാളിങ്ങനെ, അങ്ങനെ ഒരു കൂട്ടമായ. ഇന്ദ്രൻ ചേട്ടൻ അമ്പിളി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ഭയങ്കര, കാരണം അമ്പിളി നോക്കുമ്പോഴത്തേക്കും മറ്റു പോലീസുകാരിൽ നിന്നും ഫിസിക്കലി ഭയങ്കര ലീനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്നാൽ മറ്റു പോലീസുകാരെക്കാളും കൂടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾ കൂടിയാണ്. പക്ഷെ പവർഫുൾ ആണെന്ന് എവിടെയും പറയുന്നുമില്ല, സ്പൂൺ ഫീഡ് ചെയ്യുന്നുമില്ല, പക്ഷെ അയാൾ പവർഫുള്ളാണ്. അതെങ്ങനെയാ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്ത്? അതെനിക്ക് ഈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളോട് ഒരു താല്പര്യമുണ്ട്. അത് കാഴ്ചയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ സംസാരത്തിലോ പെരുമാറ്റത്തിലോ വേറൊരു രീതിയിലായിരിക്കും എന്ന് പറയുന്ന ആ ഒരു കോൺട്രാസ്റ്റ് ഏത് കാര്യത്തിലോട്ടോ, അതൊരു വ്യക്തി എന്നുള്ള രീതിയിലല്ല, എന്തും കോൺട്രഡിക്ടറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് മെർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുതുമ എന്ന് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ബട്ട് നോർമൽ അല്ലാത്ത ഒരു പാക്കേജിങ്ങിലേക്ക് ചിലപ്പോൾ അത് വരും. അപ്പോൾ ഇത് പുതിയതായിട്ടൊന്നും, നമ്മൾ ഒത്തിരി സിനിമകൾ നമ്മളങ്ങനെ കാണുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പെരുമാറ്റം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സർപ്രൈസ്ഡ് ആകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എലമെന്റ് എന്നുള്ള രീതിയിൽ ചേട്ടനോട് പറയുമ്പോൾ എന്തായിരുന്നു ചേട്ടൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു കഥ പറയുമ്പോൾ? ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടന് എല്ലാം ഞാൻ എല്ലാം കേട്ട് പോയി പുള്ളി രസമായിരിക്കും കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് റിയൽ ടൈമിൽ ചിരിച്ചുകൊണ്ട് കേൾക്കും, കൊള്ളാം. പുള്ളിയുടെ പ്രകൃതി അറിയില്ല, ഒരു പാവം സൈലന്റ് പരിപാടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചേട്ടൻ്റെ പ്രകൃതിയേ അല്ല, അതിന് നേരെ ഓപ്പോസിറ്റാണ്, അങ്ങനെയുള്ള ഒരാളാണ്. അത് രസമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഹംബിൾ ഇന്ദ്രൻ ചേട്ടൻ. ഈ കിഷ്കിന്ദാറിന് കുറച്ചുകൂടെ കോൺഫിഡൻസ് തന്നോ റൈറ്റർ? അങ്ങനെ ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, കിഷ്കിന്ദാറിന്റെ ഇറങ്ങുന്നതിന് മുന്നേ അല്ല, ആളുകൾക്ക് ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാകും. ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിനിമാറ്റോഗ്രാഫറായിട്ട് ഒരു വശത്ത് നിൽക്കുമ്പോഴും ഇപ്പൊ റൈറ്റർ ആവാനുള്ള കാരണത്തെ കുറിച്ച്. അപ്പൊ പറഞ്ഞു സിനിമാറ്റോഗ്രാഫറായിട്ട് ഞാൻ അത്ര സക്സസ്ഫുൾ ആയിട്ടില്ലായിരുന്നു, കാരണം വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ആസ് എ റൈറ്റർ എങ്ങനെയാ അതിന്റെ ഒരു പെർസ്പെക്റ്റീവ് മാറിയിട്ടുണ്ടോ? ഇല്ല. കാരണം ഇത് എപ്പോഴും അൺസർട്ടനിറ്റി തന്നെയാണല്ലോ. നമ്മൾ എഴുതുന്ന എല്ലാം കൃത്യമായി വരണമെന്നൊന്നുമില്ല, എഴുതുന്നതെല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റണമെന്നൊന്നുമില്ല. ഇത് എപ്പോഴും ഗ്യാമ്പിൾ തന്നെയാണ് റൈറ്റിംഗ്. എന്തെങ്കിലും ഇനിയൊരു ഐഡിയ കിട്ടണമെന്ന് പോലുമില്ല. ഫ്രാങ്ക്ലി ഇനി പറഞ്ഞാൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്നും മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്.
അപ്പോൾ ഒരു ഐഡിയ കിട്ടുമെന്ന് തന്നെ അറിഞ്ഞൂടാ, ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, അത് ഡെവലപ്പ് ചെയ്താൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, ഇനി കംപ്ലീറ്റ് ചെയ്താൽ തന്നെ അത് നന്നായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റില്ല, അതിന് നല്ലതാണെങ്കിൽ തന്നെ ഇത് പ്രൊജക്റ്റ് ആവണം എന്ന് പോലും ഇല്ല. അപ്പോൾ ആ ഒരു ഗ്യാമ്പിൾ എപ്പോഴും അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നതിൽ സന്തോഷം, പക്ഷേ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ ഇനിയെല്ലാം സേഫായി എന്ന് പറയുന്നൊരു ഘട്ടത്തിലേക്ക് ഒരു കാലത്തും നമ്മൾ എത്താൻ പോകണില്ല. അത് എവ്രി ന്യൂ മൂവി അത് നമ്മുടെ ഫസ്റ്റ് മൂവി പോലെ തന്നെ ആയിരിക്കും. അടുത്തൊരു വർക്കും നമ്മുടെ ഫസ്റ്റ് വർക്കിന് വേണ്ട എല്ലാ എഫേർട്ടും അതിന് വേണ്ടി വരും. അതിൻ്റെ എല്ലാ ഇൻസെക്യൂരിറ്റീസും അതിന് ഉണ്ടാവുകയും ചെയ്യും. മറ്റേ ഏത് പടത്തിലായിരുന്നു, മിഷൻ 90 ഡേയ്സിൽ നമുക്ക് പറയുന്നൊരു ഡയലോഗ് ഇല്ലേ, ഒരു കമാൻഡോയെ സംബന്ധിച്ച് എവ്രി ഓപ്പറേഷൻ ഈസ് ദ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ നേരത്തെ അച്ഛൻ്റെ കാര്യം പറഞ്ഞില്ല, അപ്പൊ ഞാൻ ഒരിക്കലും വായിച്ചിട്ടുണ്ട്, വീട്ടുകാർ തന്നെ ഒരിക്കലും ഒരു കാര്യത്തിൽ കമ്പൽ ചെയ്തിട്ടില്ല. അവര് എന്നോട് ഭയങ്കര ഫ്രീ ആയിരുന്നു എല്ലാ കാര്യത്തിലും. അവരിപ്പോ ഹാപ്പിയാണ് ഈ ഒരു സ്റ്റേജിൽ, ഈ ഒരു ഫേസിലൊക്കെ അവരിപ്പോഴും ഹാപ്പിയാണ്, എപ്പോഴും ഹാപ്പിയാണ്. ഇതൊന്നും ഇങ്ങനെ ഒരു സ്റ്റേജ് വന്നില്ലെങ്കിൽ പോലും അവർ ഹാപ്പി തന്നെയാണ്. അവർക്ക് ഞാൻ മനസ്സമാനായിട്ട് ഇരിക്കണം എന്ന് തന്നെ ഉള്ളൂ. അല്ലാതെ വലിയ ആംബിഷൻസിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ആഗ്രഹിച്ചതെല്ലാം നടക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. നടന്നാലും നടന്നില്ലെങ്കിലും ഉള്ള ദിവസങ്ങൾ മനസ്സമാനായിട്ട് ടെൻഷൻ അടിക്കാണ്ട് സമാധാനമായിട്ട് നീ സമാധാനമായിട്ട് ഇരുന്നാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുള്ളൂ. അവർ കൂടുതൽ വർക്ക് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പറയുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അടുത്ത വർക്കിന് പോകണ്ടേ, അല്ലെങ്കിൽ അടുത്ത വർക്ക് ഏതാണ് അങ്ങനെയൊന്നും പറയാതെ നീ വേണ്ട, നീ അങ്ങനെ സ്ട്രെസ് അടിച്ചിട്ടൊന്നും ഇരിക്കേണ്ട, സമാധാനമായിട്ട് ഇരുന്നാൽ മതി. അതാണ് ആദ്യം വേണ്ടത്. ഈ സിനിമാറ്റോഗ്രാഫർ മാത്രമായിട്ടുള്ള ഓഫേഴ്സ് വന്നിട്ടുണ്ടാവല്ലോ കൃഷ്ണനാടൻ കഴിഞ്ഞിട്ട്, അതൊക്കെ എങ്ങനെ ടേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും. കാരണം ഇത് കൃഷ്ണനാടൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട് ഒരു പടം, നിഞ്ചിത്തേട്ടൻ്റെ തന്നെ. കൃഷ്ണനാടൻ സെയിം ടീമിൻ്റെ സന്ദീപ് പ്രദീപ് നായകൻ എന്നൊരു പടം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയതുള്ളൂ. അപ്പോൾ കൃഷ്ണനാടത്തിന് ശേഷം എന്തായാലും അതാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഞങ്ങൾ അതിൽ നിൽക്കുകയായിരുന്നു. കൃഷ്ണനാടൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ വർക്കിലേക്ക് തുടങ്ങാൻ എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ നിൽക്കുന്നത്. സോ അതുള്ളത് കൊണ്ട് എന്തായാലും വേറെ പടങ്ങൾ ചെയ്യാൻ ഉള്ളൊരു ഇത് അടുത്തായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുന്നതുകൊണ്ട് വേറെ ഡ്രാമ സീരിയസ് ആണ്, സീരിയസ് ഡ്രാമ. ഇത് രണ്ടുപോലെയല്ല, നോക്കാം. ഈ പടക്കൾ ഇറങ്ങി കഴിഞ്ഞപ്പോ സന്ദീപിനെ കുറിച്ചിട്ട് ആളുകള് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് ആസ് എ ഹീറോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എങ്ങനെയാണ് പുള്ളിയുടെ ഗ്രോത്ത് എന്നുള്ളത് ഫ്രം ഈ പറഞ്ഞ 18-ാം പടി തൊട്ട് ഇത്രയും വർഷം ഫാലിമി, അങ്ങനെ സന്ദീപിൽ കണ്ടൊരു ഫാക്ടർ എന്തായിരുന്നത് നായകൻ എന്ന ഇതിലേക്ക്? അങ്ങനെ ഭയങ്കര സമഗ്രമായിട്ടൊന്നും അറിയിക്കാനുള്ള പ്രായവും വലിപ്പമൊന്നും ഇരിക്കുന്നു. ഞാനും സന്ധ്യയൊക്കെ ഒരേ പ്രായം തന്നെയാണ് ഏകദേശമൊക്കെ. എനിക്ക് അന്താക്ഷരി സിനിമ കണ്ടപ്പോഴാണ് ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്തതിൻ്റെ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ആ സമയത്ത് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അന്താക്ഷരി അതിന് മുന്നേ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്താക്ഷരിയിലെ സന്ദീപിനെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനൊരു സന്ദീപിന്റെ അടുത്ത് ക്ലാരിറ്റി ചെയ്തു, അന്താക്ഷരി കണ്ടിട്ടാണ് ഞാൻ സന്ദീപിന്റെ അടുത്ത് ഞങ്ങളുടെ പാക്കപ്പ് ദിവസം പറഞ്ഞിരുന്നു. അന്താക്ഷരിയിലെ സന്ദീപ് ഭയങ്കര റെസ്ട്രെയിൻഡ് ആയിട്ടുള്ള പെർഫോമൻസ്, ഭയങ്കര പക്വത, ഭയങ്കര അളന്നു മുറിച്ച് ഭയങ്കര നുവാൻസ്ഡ് ആയിട്ട് തോന്നി ഈ പെർഫോമൻസ്. നുവാൻസ്ഡ് എന്നുള്ളതിന് തന്നെ വാക്ക്. അപ്പോൾ ആ സന്ദീപ് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവുമായിരിക്കുമല്ലോ, നല്ലതായിരിക്കുമല്ലോ എന്ന് പറയുന്നൊരു ആഗ്രഹം തോന്നി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചൊക്കെ നോക്കിയായിരുന്നു ബന്ധപ്പെട്ട ആൾക്കാർ. ഞാൻ മാത്രം അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പ്രൊജക്ട് വയബിലിറ്റി, പ്രാക്ടിക്കൽ വയബിലിറ്റി എന്നൊക്കെ പറഞ്ഞൊരു ഇത് പാരാമീറ്റേഴ്സും കൂടെ ഉള്ളതുകൊണ്ട് ഞാനത് പിച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് അതിനൊരു വയബിലിറ്റി നോക്കിയിട്ട് ചില ആൾക്കാർക്ക് ചില കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷേ കിഷ്കിന്ധാകാന്ഡം ഒന്ന് കിഷ്കിന്ധാകാന്ഡം സ്റ്റഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു കോൾ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കും ദിഞ്ചുവേട്ടനും കിട്ടി. അപ്പോൾ പിന്നെ ഞങ്ങൾ സന്ദീപിനെ വെച്ച് തന്നെ സന്ദീപ് ചെയ്ത തന്നെ സിനിമയ്ക്ക് സന്ദീപ് കറക്റ്റാണ്, ആ കഥയ്ക്ക് സന്ദീപ് കറക്റ്റാണ്, സന്ദീപിൻ്റെ പെർഫോമൻസും ആൻഡ്രസും എല്ലാം കറക്റ്റായിരിക്കും എന്നുള്ളൊരു ബോധ്യത്തിൽ ബാക്കി നമ്മളൊന്നും ബോധർ ചെയ്യുന്നില്ല, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ പോകുന്നു. ഭാഗ്യവശാൽ അതിൻ്റെ പിന്നാലെ നമ്മൾ സന്ദീപിൻ്റെ അടുത്ത് കഥയും പറഞ്ഞ് കമ്മിറ്റും ചെയ്ത് നമ്മൾ റെക്കി പരിപാടികളൊക്കെ ലൊക്കേഷൻ കാര്യങ്ങൾ എല്ലാം നടക്കുന്നു. പ്രൊഡക്ഷൻ അതിൻ്റെ പരുവത്തിലേക്ക് കിടക്കുമ്പോഴത്തേക്കും ജിംഖാന വരുന്നു. ജിംഖാനയിൽ നല്ല അപ്രീസിയേഷൻ വരുന്നു. ഞങ്ങൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പടക്കളം റിലീസാകുന്നത്. അത് വലിയ രീതിയിൽ പോകുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. സന്ദീപ് അത്രയും വലിയ ലെവലിൽ അത് പോകുന്നുള്ള ഉറപ്പായിരുന്നു, 100% ഉറപ്പായിരുന്നു. അതിനുള്ള മെറ്റീരിയൽ, അതിനുള്ള ഫയർ ഉണ്ട്. അന്നും ആ കമ്മിറ്റ് ചെയ്യുമ്പോഴും ആ ഒരു ഫയർ കണ്ടിട്ട് തന്നെയാണ്. ഉറപ്പായിട്ടും ഞാൻ ഈ അന്താക്ഷരി കണ്ടിട്ട് എൻ്റെ ഏട്ടൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചു, ഏട്ടന് സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഷൂട്ട് കഴിഞ്ഞതിൻ്റെ. അപ്പോൾ ഈ സന്ദീപ് ഇത് ചെയ്താൽ എങ്ങനെ ഇരിക്കും ഏട്ടൻ വെച്ചപ്പോൾ അവൻ അടിപൊളിയാണ്, അവൻ്റെ കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ട്, അത് നീ കണ്ടിട്ടില്ലേ
എന്ന് വെച്ചിട്ട് പുള്ളി എനിക്ക് കുറെ ഷോർട്ട് ഫിലിം ലിങ്ക് ഒക്കെ അയച്ചു തന്നു. ബിനേഷ് ഏട്ടൻ, റൂംമേറ്റ്, വേറെ എന്തൊക്കെയോ പേരുകൾ രണ്ടു കുറേ കണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല റേഞ്ച്, ഭയങ്കര വേഴ്സറ്റൈലിറ്റി, നല്ല ഫ്ലെക്സിബിലിറ്റി, അപ്പോൾ എന്തിനും പറ്റുന്ന ഒരാളാണ് എന്നുള്ളത്. പിന്നെ അത് തന്നെ അപ്പോൾ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് വേറെ ആളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു അപ്പോൾ മുന്നിലുള്ള ചലഞ്ച്. അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവരും അവരുടേതായിട്ടുള്ള മേഖലയിലുള്ള കൺസേണുകൾ ഉണ്ടാവും. ഒരു വലിയൊരു കോൾ ഉണ്ടല്ലോ, കാരണം റൈറ്റ് ആഫ്റ്റർ കിഷ്കിന്താണ്ട ഒരുപാട് ഡോസ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ശരിക്കും നിങ്ങൾ എടുക്കുമ്പോൾ ഭയങ്കര വലിയ കോളാണ്, ഡിൻതേട്ടൻ എടുക്കുന്നതും ഭയങ്കര വലിയ കോള് കൂടെയാണ്. ആസിഫിക്ക് എന്താ പറഞ്ഞത് ആഫ്റ്റർ ഓൾ സക്സസ് ഓഫ് കിഷ്കിന്താണ്ടം? ആസിഫൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇനി എപ്പോഴും നമുക്ക് ചെയ്യാൻ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റട്ടെ, നല്ലൊരു പരിപാടിയായിട്ട് പറ്റട്ടെ, നമുക്ക് വീണ്ടും ഒന്ന് ചെയ്യണം, നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ആഗ്രഹം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ വെരി ഹാപ്പി. ഇനിയിപ്പോ വരാൻ റിലീസ് ചെയ്യാനിരിക്കുന്നത് അപ്പാർട്ട് ഫ്രം ഇത് ഏതാണല്ലേ? അത് തന്നെ ഉള്ളൂ. ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. അതാണ് ഇനി റിലീസിലേക്ക്, അതാണ് ഇനി എത്തേണ്ടത്. ഒരു റൊമാൻസ്, ഒരു കോമഡി അതൊക്കെ എഴുതണം എന്നുള്ളത് ഏതൊരു ഡയറക്ടറിന്റെ ഒരു ആഗ്രഹം, ഒരു റൈറ്ററിന്റെ ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു ഡയറക്ടോറിയൽ ഡെബ്യൂ, അത് രണ്ടുണ്ടോ മനസ്സിൽ? എനിക്കാണ് വലിയ ആംബിഷൻസോ ലോങ് ടേം പ്ലാൻസോ ഒന്നുമില്ല. ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. അപ്പം തോന്നുന്നത് എന്താണോ അത് ചെയ്യുക. അത് ജോണറായാലും എന്തായാലും. അപ്പം ആ സമയത്ത് നമുക്ക് തോന്നുന്നൊരു ഐഡിയ എന്താണോ അതും പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ വലിയ സ്റ്റോറി ഐഡിയ ഒന്നും ഉണ്ടാവാറില്ല. അത് ആകെ മൊത്തത്തിൽ ഇത് ഇന്ന ജോണറാണ്, ഇന്ന കഥയാണെന്നുള്ള രീതിയിലേക്കുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടാവാറില്ല. ഒരു തോന്നൽ തോന്നും, ആ തോന്നലൊന്ന് പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്ത് വെച്ചേക്കാന്നുള്ള രീതിയിലാണ് അതൊരു സീനാവുന്നത്. പിന്നെ ആ സീനിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കിഷ്കിന്താണ്ടൊന്ന് എഴുതി തുടങ്ങണ ഫസ്റ്റ് സീൻ എഴുതി തുടങ്ങുന്ന സമയത്ത് അതിന്റെ ജോണർ അതാണ് എന്നുള്ളതൊന്നും യാതൊരു ഐഡിയ ഇല്ല. അത് ഏത് പോലീസ് സ്റ്റേഷനിൽ ഗൺ സറണ്ടർ ചെയ്യാൻ വരുന്ന സീൻ. ആരോ ഒരാൾ സറണ്ടർ ചെയ്യാൻ വരുന്നു. അപ്പോൾ പോലീസുകാർ ഇനി ആ ലൊക്കാലിറ്റിയിൽ അവരുടെ ജൂറിസ്ഡിക്ഷനിൽ പെടുന്നതിൽ 1-2 പേരും കൂടെയാണ് ബാക്കിയുള്ളത്. അതിലൊരാൾ ഈ പറഞ്ഞ പോലെ അപ്പുപിള്ള എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ അങ്ങനെ ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ പോലും അതിന്റെ ജോണർ ഇതാണ്. ഇന്റർവെൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോഴും? ഒന്നുമില്ല, ഇന്റർവെൽ പോയിട്ട് അടുത്ത സീൻ പോലും ഇല്ല. ഇന്റർവെൽ ബ്ലോക്ക് ഒരു സീൻ കഴിയുമ്പോൾ മാത്രമാണ് അടുത്ത സീൻ ഉള്ളത്. ചിലപ്പോൾ അത് 2-3 സീൻ എഴുതി പോകുമ്പോൾ പെട്ടെന്ന് ഒരു അടുത്തൊരു 2-3 സീനുകളും കൂടെ വരേണ്ട കണ്ടന്റ് ചിലപ്പോൾ മനസ്സിൽ കൂടെ ഓടുകയായിരിക്കും. പക്ഷെ അതങ്ങനെ ഫേമായിട്ട് എവിടെയും കുറിച്ചിടും അങ്ങനെയൊന്നും ചിലപ്പോൾ ചെയ്യില്ല. കാരണം നമ്മൾ കുറിച്ചിട്ട് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ സെക്കൻഡ് ഹാഫിലത് ഇങ്ങനെ ഒരു സീൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഫസ്റ്റ് ഹാഫ് എഴുതുമ്പോൾ തോന്നിയിട്ട് അത് കുറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ എഴുതി ആ പോയിന്റിലേക്ക് മുട്ടിക്കാനായിരിക്കും നോക്കുക. ഇല്ലെങ്കിൽ ആ എഴുതിപ്പോയ സീൻ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഡെസ്പറേറ്റ്ലി നോക്കുക. അങ്ങനെ അല്ലാതെ ഒരു ഓർഗാനിക് ഫ്ലോയിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഐഡിയ തോന്നിയാലും അത് മനസ്സിൽ വയ്ക്കും, കുറിച്ചിടുകയും ചെയ്യില്ല. എഴുതി പോകുന്ന ഒരു ഓർഗാനിക് ഡെവലപ്മെന്റിൽ ഏത് റൂട്ടിൽ പോകുന്നോ ആ റൂട്ടിൽ പോട്ടെ. ഞാൻ പറഞ്ഞില്ല, കുരങ്ങ് എലമെന്റ് പോലും ആ സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നോ, ഇതിലൊട്ടും ഇല്ലായിരുന്നോ. ലാസ്റ്റ് എന്നല്ല, 5-ാമത്തെ 6-ാമത്തെ സീനിലെങ്ങാണ്ട് അപർണ പറമ്പിലിറങ്ങിയിട്ട് എന്തൊരു ക്യൂരിയസ് ഒബ്ജക്റ്റ് കാണുന്നു എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്നു. അന്ന് വരെ എഴുതി കഴിഞ്ഞ ശേഷമാണ് എന്ത് ഒബ്ജക്റ്റ് നോക്കിയിട്ടാണ് കണ്ടിട്ടായിരിക്കണം അവൾ തിരിഞ്ഞ് സർപ്രൈസ്ഡ് ആകുന്നത്. അതൊരു ഭംഗിയുള്ള പൂവുണ്ടെന്നോ അല്ലെങ്കിൽ വളരെ ഭംഗിയുള്ള ഒരു പക്ഷി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർപ്രൈസ് അല്ല. എന്നാൽ ആ ഒരു എൻവയൺമെന്റിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിരിക്കണം അവൾ കാണേണ്ടത്, അപർണ ക്യാരക്ടർ. അപ്പോൾ ആ എലമെന്റിന് ചേരാത്തൊരു സാധനം എന്തായിരിക്കും എന്നുള്ളതിൽ കളിച്ചുമ്പോൾ ഓക്കെ, ഒരു പഴയ ട്രാൻസിസ്റ്റർ റേഡിയോ ആണെങ്കിലോ, അപ്പോൾ അവൾക്ക് ഇത്രയോ ഹൈറ്റിലൊരു ട്രാൻസിസ്റ്റർ റേഡിയോ ആ മരത്തിൻ്റെ കയ്യിൽ വരാനുള്ള യാതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു സാധ്യതയുമില്ല. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. കൂടെ തന്നെ അതിൻ്റെ കാരണം ഞാൻ കണ്ടെത്തണം, എങ്ങനെ റേഡിയോയിൽ വന്നിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ആ സീൻ ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന ഡിസ്ക്രിപ്ഷൻ്റെ കൂട്ടത്തിൽ വലിയ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളൊരു പറമ്പാണ്, തൊട്ടടുത്ത് തന്നെ റിസർവ് ഫോറസ്റ്റ് ഉണ്ട്, കാടിന് സമാനമായ അന്തരീക്ഷമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷമാണെങ്കിൽ അവിടെ കുരങ്ങൾക്ക് പ്രോക്സിമിറ്റി ഉള്ളൊരു അല്ലെങ്കിൽ കുരങ്ങുകളുടെ ഒരു ഡോമിനൻസ് ഇല്ലായിരുന്നു. അപ്പോൾ കുരങ്ങുകളുള്ളൊരു സ്ഥലമാണെങ്കിൽ ഇത് ഇവിടെ എത്തുന്നതിനൊരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ആവാമല്ലോ എന്നുള്ള ഇതില്ല. അങ്ങനെയാണ് കുരങ്ങ് പോലും സ്ക്രിപ്റ്റിലേക്ക് വരുന്നത്. പിന്നെ ലേറ്റർ ആ കുരങ്ങ് എന്നുള്ളത് സ്ക്രിപ്റ്റ് നാരേറ്റീവിലത്തെ പല ഇൻസിഡൻസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ക്യൂരിയസ് കേസ് ഓഫ് അപ്പുപിള്ള ഇനി പടത്തിനിട്ട ടൈറ്റിലല്ല, അത് വർക്കിംഗ് ടൈറ്റിലായിട്ട് സ്ക്രിപ്റ്റിന് അൺടൈറ്റിൽഡ് എന്ന് വെച്ചിട്ട് ഫസ്റ്റ് പേജ് അടിക്കുന്നത്, എന്നിട്ട് ആർക്കെങ്കിലും വായിക്കാൻ കൊടുക്കുന്നതിലൊരു തൃപ്തിക്കുറവുണ്ട്. അപ്പോൾ ഫോർ നെയിം സേക്ക് എന്തെങ്കിലും ഒരു റാൻഡം പേര് എന്നുള്ള രീതിയിൽ അത് എഴുതി വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ഫൈനൽ ടൈറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് നല്ല നല്ല വർക്കുകൾ ബാഹുൽ രമേശിന്റെ നിന്ന് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ദ മോസ്റ്റ് കൂൾ റൈറ്റർ ഇൻ ദ ഇൻഡസ്ട്രി ആയിട്ട് എന്നും തുടരാൻ സാധിക്കട്ടെ. പ്രഷറുകളൊന്നും കാര്യമായി എഫക്ട് ചെയ്യാത്ത ഒരാളായിരിക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അജിൻ.